ഹായ് മക്കളെ, ഇന്ന് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമാന്തര ശ്രേണികളുടെ 6ാമത്തെ പാർട്ടിലേക്കാണ്. 22ാമത്തെ പേജിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഈ ടോപ്പിക്കിലേക്ക് പോകാനൊരു കീ എലമെൻറ്റ് പറയാം. ടേംസ് ഇൻ എ സീക്വൻസ് ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ഗീവ്സ് സെയിം റിമൈൻഡർ. കേൾക്കുമ്പോൾ എന്തോ വലിയ ഒരു സംഭവമായിട്ട് തോന്നും. പറയാം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ഒരു സമാന്തര ശ്രേണി, നമ്മുടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഞാൻ എഴുതുന്നു. 3, 6, 9 എക്സെട്ര. ഈ കാണുന്ന സ്ഥലത്തെ കോമൺ ഡിഫറൻസ് നമുക്കറിയാം 3 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ കാണുന്ന സീക്വൻസിലെ, ഈ കാണുന്ന ശ്രേണിയിലെ ഏത് പദത്തെയും ഞാൻ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡറുകൾ സെയിം ആയിരിക്കും. സിസ്റ്റം തുല്യമായിരിക്കും. ആ പദത്തിൽ നോക്കിയോ മക്കൾ, 3/3 ചെയ്താൽ ആൻസർ 1 എന്നായിരിക്കും. അവിടെ റിമൈൻഡറുകൾ ആരും ഉണ്ടാവില്ല, ശിഷ്ടം ആരും ഉണ്ടാവില്ല, റിമൈൻഡർ 0 ആയിരിക്കും. 6/3 ചെയ്താൽ കിട്ടുന്ന ആൻസർ 2 ആയിരിക്കും. അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ റിമൈൻഡർ ആരായിരിക്കും മക്കളെ? 0 ആയിരിക്കും. 9/3 ആരെ ചെയ്താലും ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം നമുക്ക്. 4, 7, 10 എക്സെട്ര. ഇവിടെയും കോമൺ ഡിഫറൻസ് ആരാണ് മക്കളെ? 3 ആണ്. ഞാൻ ഈ കാണുന്ന ഫസ്റ്റ് ടേം ആയിട്ടുള്ള 4നെ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 × 3 3. അവിടെ റിമൈൻഡർ വന്ന ആളെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. 1 ആണ് വന്നിട്ടുള്ളത്. അടുത്ത ടേം 7 ആണ്. 7 ഡിവൈഡഡ് ബൈ 3. 3ൽ 2 ടൈംസ് ഉള്ളത് 6. അവിടെ റിമൈൻഡർ വന്നിരിക്കുന്നത് 1 ആണ്. അടുത്തൊരാളെ നോക്കി നോക്കാം. 10 ഡിവൈഡഡ് ബൈ 3. അവിടെ 3 ടൈംസ് ആണ്, 9 ആണ്. റിമൈൻഡർ ആരാ മക്കളെ? 1 ആണ്. കണ്ടോ, എല്ലാ സ്ഥലത്തും ഒരേ ആളെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടല്ലേ. ഈ പറഞ്ഞത് ഇത് എവിടെയാണ് നമുക്ക് ഉപകാരമാവുന്നത്? അപ്പം നമുക്കൊരു സീക്വൻസ് തന്നിട്ട് 100 അതിലെ ആളാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അയാളെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള റിമൈൻഡറുകൾ സിസ്റ്റം സെയിം ആവുന്നുണ്ടോ എന്ന് നോക്കുകയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈസ് 100 എ ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് 13, 24, 35? ഇതാ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ടടാ? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. 101 അതിലുള്ള ഒരു ടേം ആണോ എന്നാണ് നമ്മളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പരിപാടിയോടെ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം, പൊതുവ്യത്യാസം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ഡി കിട്ടാൻ വേണ്ടിയിട്ട് മക്കളെ 24ൽ നിന്നും നമുക്ക് 13 കുറയ്ക്കാം. 24ൽ നിന്നും 13 കുറച്ചിട്ട് കിട്ടേണ്ടത് 11 എന്ന് പറയുന്ന ആൻസറാണ്. ഇനി ഈ കാണുന്ന സീക്വൻസിലെ ഏതെങ്കിലും ഒരാളെ, ശ്രേണിയിലെ ഏതെങ്കിലും ഒരാളെ ഞാൻ 13 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 13 തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അതിൽ ഏത് ടേമിന് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് ടേമിന് ചെയ്തു എന്ന് മാത്രം. 11 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഒരു പ്രാവശ്യമാണ്. അവിടെ റിമൈൻഡർ ആയിട്ട് കിട്ടുന്ന ആൾ എന്ന് പറയുന്നത് 2 ആണ്. അവിടെ റിമൈൻഡർ ആയിട്ട് കിട്ടേണ്ടത്. ഓക്കെ, 2 ആണ് അവിടെ റിമൈൻഡർ ആയിട്ട് കിട്ടേണ്ടത്. സിസ്റ്റം 2. അപ്പോൾ നമ്മുടെ 101നെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. 101ലും 11 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 2 ആണെങ്കിൽ 101 ഇവിടെ ഒരു ടേമാണ്, അല്ലെങ്കിൽ 101 ഒരു ടേം അല്ല. 9 പ്രാവശ്യം കൊടുക്കാം. 9 × 11 ചെയ്ത് കഴിഞ്ഞാൽ 99 ആണ് വരേണ്ടത്. ബാലൻസ് അവിടെ ഒരു 2 ഉണ്ടാവും. വിച്ച് മീൻസ് 101 ഈസ് എ ടേം. 101 ഈ ശ്രേണിയിൽ ഒരു പദമാണ് എന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞ് 1001ൻ്റെ കേസ് ചോദിക്കുന്നുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. 1001നെ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇവിടെ 9 തവണയാണ് 99. ബാക്കി 1 ഉണ്ടാവും. ഒരു 11 നമുക്ക് അവിടെ കൊടുക്കാം. ഒറ്റ തവണയാണ് 11. അവിടെ റിമൈൻഡർ എന്ന് പറയുന്നത്, ശിഷ്ടം എന്ന് പറയുന്നത് 0 ആണ്. സോ 1001 ഈസ് നോട്ട് എ ടേം. ഈ പറഞ്ഞിട്ടുള്ള ആൾ ഈ ശ്രേണിയിൽ എന്തല്ല? പദമല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെയിം സാധനം തന്നെ കുറച്ച് അധികം സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. നോക്കടാ, ഉണ്ട് ഇല്ല, ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ആളെ വെച്ച് നമുക്ക് നോക്കാം. 11, 22, 33. അതാണ് കേട്ടോ. സെയിം സാധനം തന്നെയാണ്, സെയിം സാധനം. അപ്പോൾ നമുക്ക് കുറച്ച് അധികം ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് മെത്തേഡ് ആക്കിയെന്ന് മാത്രം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് 11, 22, 33 എക്സെട്രയാണ്. ഈ കാണുന്ന സ്ഥലത്ത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 22ൽ നിന്ന് 11 മൈനസ് ചെയ്ത് 22ൽ നിന്ന് 11 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 11 എന്ന് തന്നെയാണ്. ഓക്കേടാ. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് ഒരു ടേമിനെ ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. നമുക്കറിയാം 11നെ 11 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് വെച്ചു. രണ്ടും 2 ആൾക്കാരാട്ടോ. ഈ 11 ടേമാണ് മക്കളെ. ഈ 11 ആരാടാ? കോമൺ ഡിഫറൻസ് ആണ്. ഒറ്റ തവണ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ 0 അവിടെ റിമൈൻഡർ ആയിട്ട് വരിക. ഓക്കെ, ഇനി നമുക്ക് ആരെയാണ് ചെക്ക് ചെയ്യേണ്ടതാ? ഏറ്റവും ആദ്യം നമുക്ക് 123നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 123ൽ 11 എത്ര പ്രാവശ്യം? 1 × 11
ഓക്കെ, അവിടെ ബാലൻസ് 1 ഉണ്ടാവും. 13 ആണ്, ഒറ്റ പ്രാവശ്യം തന്നെയാണ്. 11 ആണ്, ഒരു റിമൈൻഡർ ആരാ ഉണ്ടാവും മക്കളെ? 2 ആണ് അവിടെ റിമൈൻഡർ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ആൾ എന്തല്ല? നോ, ഇറ്റ് ഇസ് നോട്ട് എ ടേം ഓഫ് ദ സീക്വൻസ്. ഈ പറഞ്ഞ കൂട്ടത്തിലേക്ക് വരുന്ന ഒരാളല്ല. പിന്നെ നമ്മളോട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞ 1 3 2 ആണ്. നമുക്ക് നോക്കി നോക്കാം. അതിനെയും നമുക്ക് 11 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി നോക്കാം. ഒരു പ്രാവശ്യം 11 2 ഇറക്കിയിട്ട 22 2 ടൈംസ് ആണ്. അവിടെ 0 ആണ് വരുന്നത്. നോക്കടാ, ഈ കാണുന്ന 0 തന്നെയല്ലേ അവിടെ വന്നത്. അപ്പോൾ ഈ കാണുന്ന ആൾ എന്താണ് മക്കളെ? ഒരു സീക്വൻസ് ആണ്. ഇതാണ് ബേസിക്കലി ചെയ്യുന്ന പരിപാടി. എല്ലാ ക്വസ്റ്റ്യനിലും തന്നെ നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അടുത്ത ആൾ സീക്വൻസ് പറഞ്ഞ് ചെറിയ മാറ്റമുണ്ട്. 12 23 24 എക്സെട്ര എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ നമ്മൾ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 23 നിന്നും 12 കുറയ്ക്കുകയാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അവിടെയും കോമൺ ഡിഫറൻസ് ആരാന്ന് കിട്ടുന്നു മക്കളെ? 11 ആണെന്ന് കിട്ടുന്നു. 12ൻ്റെ കൂടെ അല്ലേ 11 ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആളാണ് 23. ഇനി നമുക്കിതിൽ ഏതെങ്കിലും ഒരു ടേമിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് ടേം തന്നെ എടുത്തു. ഫസ്റ്റ് ടേമിൻ്റെ കോമൺ ഡിഫറൻസ് ആദ്യ പദത്തെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒറ്റ തവണ 11. അവിടെ റിമൈൻഡർ ആയിട്ട് വരേണ്ട ആൾ 1 ആണ്. അപ്പോൾ 1 വന്നാൽ നമുക്കിതിലുള്ള ആളുകളെ സെലക്ട് ചെയ്യാം. 100 ചോദിച്ചിട്ടുണ്ട് നമ്മളോട്, അല്ലടാ. അതാ ഈ കാണുന്ന 100 ആണ് ആദ്യം ചോദിച്ചു. 100നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. 9 പ്രാവശ്യമാണ്. 99 ആണോ അല്ലയോ? അത് കഴിഞ്ഞാൽ അവിടെ ബാലൻസ് 1 ആണ് വരാനുണ്ടാവുക. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ കാണുന്ന 100 ഇതിലെ ഒരു സീക്വൻസ് ആണ്. നമുക്ക് യെസ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ അടുത്ത ആളെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് 1000 ആണ് മക്കളെ. നമുക്ക് നോക്കി നോക്കാം കേട്ടോ. 1000 ഡിവൈഡഡ് ബൈ 11, 1000 ഡിവൈഡഡ് ബൈ 11. ഈ കാണുന്ന സ്ഥലത്ത് 9 കൊടുക്കുന്നു. അവിടെ 99 പ്രാവശ്യമുണ്ട്. ബാലൻസ് 1 വരുന്നു. നമ്മൾ ബാക്കിയുള്ള 0 നമ്മൾ ഇറക്കിയിടുന്നുണ്ടടാ. അപ്പോൾ 10 ആണ്. അവിടെ റിമൈൻഡർ 10 ആണ് മക്കളെ. നമുക്ക് വേണ്ട ആളല്ല. അപ്പോൾ അയാൾ എന്തല്ല? ടേം അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത സീക്വൻസ് നോക്കാം മക്കളെ. അടുത്ത സീക്വൻസിൽ ഇരിക്കുന്നത് 21 21 32 43 എക്സെട്ര. അപ്പോൾ അവിടുത്തെ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ 32 നിന്നും ആരെ മൈനസ് ചെയ്യുന്നുടാ? 21നെ മൈനസ് ചെയ്യുന്നു. അപ്പോൾ അവിടെയും വരുന്ന നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? 11 തന്നെയാണ്. 21നോട് 10 കൂട്ടി 31ൻ്റെ കൂടെ വീണ്ടും 1 കൂട്ടണം. അപ്പോൾ അവിടെ കോമൺ ഡിഫറൻസ് ആര് തന്നെയാണ്? 11 തന്നെയാണ്. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്ന ആളാരാണ്? 100 ആണോ എന്നുള്ള. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ കാണുന്ന 21നെ ഫസ്റ്റ് ടേമിനെ ഒന്ന് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. ഒറ്റ പ്രാവശ്യമാണ്. 1 × 11. ഇവിടെ 11 കൊടുക്കാൻ വേണ്ടി പറ്റും. 21ൽ നിന്നും 11 മൈനസ് ചെയ്ത് ബാലൻസ് അവിടെ ഉണ്ടാവേണ്ട റിമൈൻഡർ എന്ന് പറയുന്നത് 10 ആണ്. നമുക്ക് നോക്കി നോക്കാം. 100 എന്ന് പറയുന്ന ആളെ നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ ഡിവൈഡ് ചെയ്താണ്. സ്റ്റിൽ റിപ്പീറ്റ് ചെയ്യുകയാണ്. 9 ആണ്. 9 × 11 99. അവിടെ വരേണ്ട ആൾ 1 ആണ്. അപ്പോൾ 100 ഇസ് നോട്ട് എ ടേം. ഓക്കെ മക്കളെ, 100 ഇസ് നോട്ട് എ ടേം. അയാൾ ഈ ശ്രേണിയുടെ ഭാഗമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത ആൾക്ക് നമ്മൾ നോക്കാനുള്ളത് 1000 ആണ്. നമുക്കൊന്ന് നോക്കി നോക്കാം. 1000 ഡിവൈഡഡ് ബൈ 11. ഇതും തൊട്ട് മുന്നത്തെ ക്വസ്റ്റിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഈ ക്വസ്റ്റിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യുക എന്ന് മാത്രം. 9 തവണ കൊടുക്കുന്നു. 99 ബാക്കി 10. ഓക്കേടാ. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇതേ 10 തന്നെയാണ്. വിച്ച് മീൻസ് 1000 ഈസ് എ ടേം. 1000 ഈ ശ്രേണിയുടെ ഭാഗമാണ്, ഈ ശ്രേണിയിലെ ഒരു പദമാണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറയും പറ്റും. അപ്പോൾ ഇവിടെ ഒരു നോ ആണ്, ഇവിടെ ഒരു യെസ് ആണ് എഴുതേണ്ടത്. ഓക്കെ, നമുക്കങ്ങനെ യെസ് ഓർ നോ ഒരു ടേബിളിലൊരു ക്വസ്റ്റ്യൻ ഒന്നും 10ാം ക്ലാസ് SSLC എക്സാമിന് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കണം കേട്ടോ. ഇത്തരത്തിൽ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അത് ചെയ്ത് പഠിക്കാനുള്ളൊരു സ്ലോട്ടായിട്ട് ഇത്ര ആളുകളെ മക്കൾ കണ്ടാൽ മതി. അടുത്ത സ്ഥലത്തേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ ഒരു കോംപ്ലിക്കേഷൻ ലെവൽ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും മക്കളെ. 1/4 1/2 3/4 എക്സെട്ര എന്നിങ്ങനെയാണ് ആര് മൂവ് ചെയ്യുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ് മൂവ് ചെയ്യുന്നത്. അവിടെ നമ്മളോട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്ന ആൾ 3 ആണ്. അപ്പോൾ ബിഫോർ ദാറ്റ് ഞാനൊരു കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. D = ഇവിടെ 1/2 - 1/4. ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ വേണ്ടി കഴിയില്ല, കാരണം ഡിനോമിനേറ്റേഴ്സ് വ്യത്യസ്തമാണ്. ഒരു സ്ഥലത്ത് അവിടെ ഛേദങ്ങൾ ഒരു സ്ഥലത്ത് 2 ആണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ആരാണടാ 4 ആണ്. അപ്പോൾ അയാളെ ഒന്ന് സെയിം ആക്കണം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പ്രോസസ്സ്. 1/2 - 1/4ൽ ഈ കാണുന്ന 2 കൂടി 4 ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു ചേഞ്ച് വരുത്തുകയാണ് മക്കളെ. × 2 ഒന്ന് മുകളിലും താഴ്ത്തും. ന്യൂമറേറ്ററിലും ആവട്ടെ ഡിനോമിനേറ്റർ അംശത്തിലും ഛേദത്തിലും കൊടുക്കുന്നു. ആ സമയത്ത് ഇയാൾ മാറുന്നു.
2/4 എന്ന് മാറുന്നു, -1/4. ഇനി എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. 2ൽ നിന്ന് 1 കുറച്ചാൽ വരേണ്ട ഉത്തരം എന്ന് പറയുന്ന 1 അപ്പോൾ ആൻസർ 1/4 എന്ന് പറയുന്നത് 1/4 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഈ കാണുന്ന സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം, 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് ടേമിനെ തന്നെ സെലക്ട് ചെയ്തു. 1/4 ഡിവൈഡഡ് ബൈ 1/4. ഓക്കെ, എടാ 1/1 1 ആണ് അല്ലേ? അത് നമുക്കൊക്കെ അറിയുന്ന കാര്യം. 1/1 എന്ന് പറഞ്ഞാൽ 1 ആണ്, 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്, 3/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, 4/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1/4/1/4ൻ്റെ റിസൾട്ടും എന്തായിരിക്കും മക്കളെ, 1 എന്നുള്ളതായിരിക്കും. വിച്ച് മീൻസ് അങ്ങനെ പ്രോപ്പറായിട്ട് ഡിവിഷൻ നടക്കുമെങ്കിൽ അവിടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യം റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഇവിടെ 0 ആയിരിക്കും. പ്രോപ്പർ ഡിവിഷൻ നടക്കുന്ന സ്ഥലത്ത് റിമൈൻഡർ ആരായിരിക്കും മക്കളെ, 0 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആൾ എന്ന് പറയുന്നത് 3 ആണ്. 3നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് 3 ഡിവൈഡഡ് ബൈ 1/4 എന്നാണ്. മക്കളെ നമുക്കറിയാം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/1 അല്ലേ? അപ്പോൾ ഒരു ഫ്രാക്ഷൻ ഡിവൈഡഡ് ബൈ മറ്റൊരു ഫ്രാക്ഷൻ എന്ന് പറയുന്നതിന് പകരം ഒരാളുടെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ നേരത്തെ പോലെ നമ്മുടെ 3/1നെ അങ്ങനെ തന്നെ വെക്കുന്നു, 3/1നെ അങ്ങനെ തന്നെ വെക്കുന്നു, ഇൻറ്റു 1/4നെ തല കുത്തനെ എഴുതുന്നു മക്കളെ, 4/1 എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും ഇവിടെ ചെയ്യുന്നുണ്ടാവുക, 3 × 4 = 12 ഡിവൈഡഡ് ബൈ 1 × 1, റിസൾട്ട് വരേണ്ടത് 1 ആണ്. 12/1 = 12. എടാ 12 പോലെ കൃത്യമായ ഒരു ഉത്തരത്തിൽ പോയി നിൽക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര കിട്ടി എന്നുള്ളതാ മക്കളെ, റിമൈൻഡർ 0 ആണെന്നാണ്. വിച്ച് മീൻസ് 3 ഈസ് എ ടേം. 3 ഈ ശ്രേണിയിലെ എന്താണ് മക്കളെ, ഒരു പദമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ആൾ യെസ് ആണ്. എടാ വീണ്ടും അടുത്ത ആൾ 4 ചോദിക്കുന്നുണ്ട് മക്കളെ. 4 നോക്കി നോക്കാം. 4ന് വേണ്ടിയിട്ട് സെയിം പരിപാടി. ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, 4 ഡിവൈഡഡ് ബൈ 1/4 ആണ്. 4 എന്ന് സിംപ്ലി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 4/1 ആണ്. ഞാൻ ഡിവിഷനെ മാറ്റിയിട്ട് റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ, ഹരണത്തെ മാറ്റിയിട്ട് വ്യുൽക്രമ ഗുണനം കൊടുക്കാൻ വേണ്ടി പോകുന്നു. 4/1 × 4/1 എന്ന് കൊടുക്കുന്നു. 4 × 4 ചെയ്താൽ 16 ആക്കിയിട്ടുണ്ട്. 16/1. 16/1 എന്ന് പറഞ്ഞാൽ 16 തന്നെയാണ് അർത്ഥം. വിച്ച് മീൻസ് മക്കളെ എന്താണ്, റിമൈൻഡർ ആരായിരിക്കും, കൃത്യമായിട്ട് ഹരണം നടക്കുന്നു, പ്രോപ്പർ ഡിവിഷൻ നടക്കുന്നു, റിമൈൻഡർ ആരാണ്, 0 ആണ് എന്നാണ് അർത്ഥം. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയത്. വിച്ച് മീൻസ് 4 ഈ ശ്രേണിയിലെ പദമാണ്. 4 is a term of this sequence. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് 2 ചോദ്യങ്ങൾ ഇതേ സെയിം ആയിട്ടുള്ളൊരു ഇതേ പാറ്റേണിൽ പറഞ്ഞു പോകാൻ വേണ്ടി പറ്റിയ ഒരാളാണ്. നോക്കി നോക്കാം നമുക്ക് ആരൊക്കെയാണ് അവിടെ പറയുന്നത്. ആ ശ്രേണി, ആ സീക്വൻസ് ഒന്ന് നമുക്ക് ആദ്യം എഴുതിയെടുക്കാം. സീക്വൻസ് എങ്ങനെയാണ്, 3/4, 1 1/2, 2 1/4 എക്സെട്ര എന്നാണ് പോകുന്നത്. ആയിക്കോട്ടെ, ഞാൻ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 1/2 - 3/4 ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അവിടെയും ചെറിയൊരു പ്രശ്നം മക്കൾ നേരിടുന്നത്, ഈ 1 1/2നെ നമുക്ക് മാറ്റി എഴുതണം. അയാൾ ഇപ്പോൾ ഉള്ളത് മിക്സഡ് ഫ്രാക്ഷനിലാണ്, അയാൾ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അയാൾ ഇപ്പോൾ ഉള്ളത് മിശ്ര ഭിന്നത്തിലാണ്, നമുക്ക് അയാളെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റണം. 1 1/2നെ എങ്ങനെ മാറ്റും, 1 × 2 + 1, അപ്പോൾ 3 ആണ്. അപ്പോൾ അയാളെ മാറ്റിയിട്ട് നമുക്ക് 3/2 എന്ന് എഴുതാൻ വേണ്ടി പറ്റും മക്കളെ. 3/2 - 3/4. ഇവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്, കാരണം ഇവിടുത്തെ ഛേദങ്ങൾ വ്യത്യസ്തമാണ്. ഒരു സ്ഥലത്ത് 2 ആണ്, മറ്റൊരു സ്ഥലത്ത് 4 ആണ്. അപ്പോൾ അയാൾ സെയിം ആവേണ്ട ആവശ്യമുണ്ട്. 3/2 അവിടെ ഇരിക്കട്ടെ, -3/4. ആ 2 കൂടെ 4 ആവാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലും താഴെയും ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഛേദത്തിലും അംശത്തിലും ഓരോ 2 വീതം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ കാണുന്ന ആൾ 6/4 - 3/4. അപ്പം നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യപ്പെട്ടു. ആൻഡ് 6ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടേണ്ട ഉത്തരം 3 എന്നാണ്. അങ്ങനെ നമുക്ക് 3/4 ആണ് ഇയാളുടെ റിസൾട്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും മക്കളെ, എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നോക്കടാ, നേരത്തെ അതേപോലെ ഞാൻ ഇതിലൊരു ടേമിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. 3/4നെ 3/4 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, 3/4 ഡിവൈഡഡ് ബൈ 3/4 ഉറപ്പിക്കാം നമുക്ക് റിസൾട്ട് ആരായിരിക്കും മക്കളെ, 1 ആയിരിക്കും. വിച്ച് മീൻസ് അതിൻ്റെ അർത്ഥം റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 0 ആയിരിക്കും. പ്രോപ്പറായിട്ട് അവിടെ ഡിവിഷൻ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട ആളുകൾ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 3 ആണോ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡിൽ നമുക്കൊന്ന് എഴുതി നോക്കി നോക്കാം. എങ്ങനെയായിരിക്കും 3 ഡിവൈഡഡ് ബൈ 3/4 എന്നായിരിക്കും മക്കൾ എഴുതാൻ വേണ്ടിയിട്ടുണ്ടാവുക. സിംപ്ലി 3 എന്ന് പറഞ്ഞാൽ ആരാണ്,
3/1 ഡിവൈഡഡ് ബൈ 3/4 എന്നാണ്. ആണോ അല്ലയോ? അപ്പോൾ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോയിക്കൂടെ? 3/1 ഇൻറ്റു 4/3 എന്നാ മക്കളെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടുണ്ടാവുക. 3 ഇൻറ്റു 4 ചെയ്താൽ കിട്ടേണ്ട ആൻസർ 12 ആണ്, ഡിവൈഡഡ് ബൈ 3. 12 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ കിട്ടേണ്ട ആൻസർ 4 ആണ്. കൃത്യമായിട്ടൊരു ഉത്തരത്തിൽ പോയി നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം നമുക്ക് കിട്ടേണ്ട റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ? 0 ആയിരിക്കും. വിച്ച് മീൻസ് ഈ കാണുന്ന 3 ഈ ശ്രേണിയിലെ പദമാണ്. 3 is a term of this sequence. അടുത്ത ആൾ എന്ന് പറയുന്നത് 4നെയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം. സെയിം പ്രൊസീജിയറാണ്. 4 ഡിവൈഡഡ് ബൈ 3/4. 4 എന്ന് പറഞ്ഞാൽ 4/1 ആണ്, ഡിവൈഡഡ് ബൈ 3/4. റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകുന്നു. 4/1 ഇൻറ്റു 4/3. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് 4 ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് കിട്ടുക മക്കളെ 16 ആണ്. 16 ഡിവൈഡഡ് ബൈ 3. മക്കളെ ഒരു കാര്യം ഉറപ്പല്ലേ, ഈ കാണുന്ന ആളെ നമുക്ക് പ്രോപ്പറായിട്ടൊരു നാച്ചുറൽ നമ്പറായിട്ടൊരു എണ്ണൽ സംഖ്യയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂലല്ലോ. അതിൻ്റെ അർത്ഥം നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇവിടുത്തെ റിമൈൻഡർ ഈക്വൽ ടു എഴുതിയിട്ട് വെട്ടുകയാണ്. നോട്ട് ഈക്വൽ ടു 0 അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. വിച്ച് മീൻസ് 4 is not a term of this sequence. ഈ ശ്രേണിയിലെ പദമല്ല 4 എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടി പറ്റും. ഇത്രയും പറയുന്നതോടുകൂടെ നമ്മുടെ ടേബിളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവിടെ എന്ത് ചെയ്യാണ്? അവസാനിക്കുകയാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ് നമ്മൾ. അവിടെ നമ്പർ ഓഫ് ടേംസ് 2 സ്ഥലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇക്വേഷൻ അവിടെ കേട്ടോ. നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ പദത്തിൻ്റെ സ്ഥാനം, പൊസിഷൻ, ഈ 2 സ്ഥലത്തും ഞാൻ ഈ പഠിപ്പിക്കുന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നമ്പർ ഓഫ് ടേംസ് ആൻഡ് പൊസിഷൻ. ഇക്വേഷൻ ഇങ്ങനെയാണ് മക്കളെ: xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1. അതിൽ ഓരോ ആളുകൾ നമുക്ക് പരിചയപ്പെടാം. xn എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണ്, അവസാന പദമാണ്. x1 എന്ന് പറയുന്നത് ആദ്യ പദമാണ്. ആരാ മക്കളെ? ഫസ്റ്റ് ടേം ആണ്. ഡി എന്ന് പറയുന്ന ആളാരാണടാ? കോമൺ ഡിഫറൻസ് ആണ്. നമുക്ക് ആ പരിചയമുള്ള ആളാണ്, അതുകൊണ്ട് ഡി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ പൊസിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മക്കളെ? ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ആ പേജിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ദ ടേബിൾ എബവ് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് നമ്പേഴ്സ് ദാറ്റ് ആർ ടേംസ് ഓഫ് ദ റെസ്പെക്റ്റീവ് സീക്വൻസസ്. മുകളിലെ പട്ടികയിൽ അതത് ശ്രേണിയിൽ വരുന്ന സംഖ്യകൾ ശ്രേണിയിലെ എത്രാമത്തെ പദമായിരിക്കും എന്ന് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ യെസ് അടിച്ച സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് റീചെക്ക് ചെയ്ത് അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളതടാ? പഠിക്കാനുള്ളത്. നോക്കണം, 11, 22, 33 നമുക്ക് 132ൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. 11, 22, 33 നോക്കി നോക്കാം. നമുക്ക് ഓരോ ആളുകളായിട്ട് ചെയ്യാം. അപ്പോൾ ആ സീക്വൻസ് എങ്ങനെയാണ്? 11, 22, 33 എക്സെട്ര. അതിലുള്ള ഒരാളാണ് ആര് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? 132 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 132ൻ്റെ പൊസിഷനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n is equal to xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1 ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടുത്തെ ലാസ്റ്റ് ടേം 132 ആണ്. മൈനസ് ചെയ്യുന്നു. ഫസ്റ്റ് ടേമിന് പകരം 11 കൊടുക്കുന്നു. അവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നതും 11 ആണ്. പ്ലസ് 1 എന്നാണ് എനിക്ക് എന്ത് ചെയ്യാനുണ്ടാവുക മക്കളെ? കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക. 132 മൈനസ് 11 ചെയ്ത് 121 ആണ്. ഡിവൈഡഡ് ബൈ 11 പ്ലസ് 1. അങ്ങനെ നമുക്ക് 121 ഡിവൈഡഡ് ബൈ 11 ചെയ്താൽ കിട്ടുന്ന ആൻസറും 11 തന്നെയാണ്, പ്ലസ് 1. അങ്ങനെ 12ാമത്തെ ആളായിരിക്കും ആര് എന്ന് പറയുന്നത്? 132 എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ എസ് എഴുതിയ സ്ഥലം 12, 23, 34. എടാ ഈ വരിയിൽ കേട്ടോ 12, 23, 34 100 ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 12, 23, 34 നമുക്ക് എഴുതി നോക്കാം. 12, 23, 34 എക്സെട്ര. അതിൽ 100. അപ്പോൾ എങ്ങനെയായിരിക്കും മക്കളെ നമ്മൾ എഴുതുന്നുണ്ടാവുക? ഇക്വേഷൻ അറിയാം. n is equal to xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1 എന്നാണ് പഠിച്ചത്. വിച്ച് ഇസ് ഈക്വൽ ടു, എടാ 100 ആട്ടോ പറഞ്ഞ് 10 എന്ന് എഴുതി പോയതാട്ടോ. 100 മൈനസ് 12 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് അവിടെ 11 ആണ്, പ്ലസ് 1 എന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യാണ്ടാവുക മക്കളെ? എഴുതാൻ വേണ്ടിയിട്ടാവുക. 100ന്ന് 12 മൈനസ് ചെയ്ത് അവിടെ 88 ഡിവൈഡഡ് ബൈ 11 പ്ലസ് 1. 88 ബൈ 11 ചെയ്താൽ 8 ആണ്, പ്ലസ് 1. അങ്ങനെ അവിടെ കിട്ടേണ്ട ആൻസർ 9 എന്നുള്ള ഉത്തരമാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാനുണ്ടാവുക? കിട്ടാനുണ്ടാവുക. അടുത്തത് പിന്നെ നമ്മൾ യെസ് പറഞ്ഞ ടേം 21, 32, 43 1000 ആണ്. നമുക്കതും ചെയ്തേക്കാം. 21, 32, 43. 21, 32,
43 എക്സെട്ര 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 1000 ഉണ്ട് എന്ന് പറയുന്നു. അവിടെയാടാ നമ്മൾ എഴുതുന്നു n is equal to xn മൈനസ് x1/d പ്ലസ് 1 ആണ്. അവിടെ xn എന്ന് പറയുന്ന ആൾ ആരാണ് മക്കളെ? 1000 ആണ്. മൈനസ് 21 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 11 ആണ് പ്ലസ് 1. 1000 നിന്ന് 21 കുറച്ചാൽ കിട്ടേണ്ട ഉത്തരം 979 ഡിവൈഡഡ് ബൈ 11 പ്ലസ് 1. ആ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഉത്തരം 89 പ്ലസ് 1 കൂടി ഉണ്ടാവും. അപ്പോൾ അവിടെ കിട്ടേണ്ട ആൻസർ 90 എന്ന് പറയുന്നതാണ്. അടുത്ത സീക്വൻസ് 1/4 1/2 3/4 3 ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ. 3/4 പോകുന്ന സീക്വൻസിൽ 3 ഒരു ടേം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആയിക്കോട്ടെ, നമുക്ക് എഴുതി നോക്കാം. എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക? n is equal to xn minus x1/d plus 1 which is equal to 3 minus 1/4 ഡിവൈഡഡ് ബൈ, നമ്മൾ ആ കോമൺ ഡിഫറൻസ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു. 1/4 പ്ലസ് 1 എന്നായിരിക്കും നമുക്ക് ചെയ്യാനുണ്ടാവുക. 3 മൈനസ് 1/4 അയാൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പഠിക്കണം കേട്ടോ മക്കളെ. എടാ ഇവിടെ നോക്കിയേ, 3 പ്ലസ് 1/4 ആയിരുന്നെങ്കിൽ 3 × 4 പ്ലസ് 1 അയാളെ നമ്മൾ 13/4 എന്ന് എഴുതുമായിരുന്നല്ലോ. 3 × 4 12 ആണ്. അതേപോലെ 3 മൈനസ് 1/4 ആണെങ്കിൽ 3 × 4 12 ആക്കാം. ഓക്കെ, അതിൽ നിന്ന് പ്ലസ് 1 ചെയ്യുന്നതിന് പകരം -1 ആ മക്കൾ ചെയ്യേണ്ടത്. അങ്ങനെ 11/4 എന്ന് ആ കാണുന്ന ആൾ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 11/4 ഡിവൈഡഡ് ബൈ 1/4. അവിടെ ക്യാൻസൽ ചെയ്യാൻ പാകത്തുള്ള ഒരാൾ നമുക്ക് കോമൺ ഡിനോമിനേറ്ററിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എടാ ഒരു പ്ലസ് 1 കൂടി ഉണ്ടാവും കേട്ടോ മക്കൾ. അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പ്ലസ് 1 കൂടി ഉണ്ടാവും. വിച്ച് ഇസ് ഈക്വൽ ടു 11/1 പ്ലസ് 1. 11/1 എന്ന് പറഞ്ഞാൽ 11 ആണ്. പ്ലസ് 1 ചെയ്താൽ മക്കളെ ആൻസർ കിട്ടേണ്ടത് 12 എന്ന് പറയുന്ന ആൻസർ ആണ്. അടുത്തത് ചെക്ക് ചെയ്യാനുള്ളത് സെയിം സീക്വൻസിൽ മക്കളെ ആരുണ്ടോ എന്നുള്ളതാണ്. 4 ഉണ്ടോ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 3ക്ക് പകരം ആരിരിക്കട്ടെ? അവിടെ 4 ഇരിക്കട്ടെ. നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ ചെയ്ത സെയിം മെത്തേഡ് ആൻഡ് സെയിം പാറ്റേൺ, അതിൽ വ്യത്യാസമൊന്നുമില്ല. എങ്ങനെ എഴുതാടാ നമുക്ക്? n is equal to xn മൈനസ് x1/d പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം 4 മൈനസ് 1/4 ബൈ കോമൺ ഡിഫറൻസ് വീണ്ടും 1/4 ആണ് പ്ലസ് 1. ഈ 4 മൈനസ് 1/4 ഞാൻ നേരത്തെ എഴുതിയത് പോലെ കേട്ടോ. 4 മൈനസ് 1/4 4 × 4 16 16 മൈനസ് 1 15/4 എന്ന് എഴുതിക്കളയാം കേട്ടോ. അപ്പോൾ 15/4 ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1. അവിടെ ക്യാൻസലേഷൻ്റെ സാധ്യത മക്കൾക്ക് മനസ്സിലായി. ബാക്കി ഉണ്ടാവുന്ന ആൾ എന്ന് പറയുന്നത് 15/1 പ്ലസ് 1 എന്നാണ്. 15/1 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 പ്ലസ് 1 ചെയ്താൽ കിട്ടേണ്ട ആൻസർ 16 എന്ന് പറയുന്നതാണ്. അതിലൊറ്റ ക്വസ്റ്റ്യൻ കൂടി ബാക്കിയിരിക്കുന്നുണ്ട്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കി നോക്കാം. അത് 3/4 1 1/2 ആ സീക്വൻസ് ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. 3/4, 1 1/2, പിന്നെ അവിടെ ആരാണ് ഉള്ളത്? 2 1/4 2 1/4 എക്സെട്ര. അതിൽ ആരുണ്ട് മക്കളെ നമ്മൾ പറഞ്ഞത്? 3 അതിലൊരു ടേം ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 3യുടെ പൊസിഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആയിക്കോട്ടെ, അപ്പോൾ ആ കാണുന്ന സീക്വൻസിൽ ആരുണ്ട്? 3 ഉണ്ട്. ഓൾറെഡി ഈ കാണുന്ന സ്ഥലത്ത് അയാളുടെ കോമൺ ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ആരാണ് അവിടുത്തെ കോമൺ ഡിഫറൻസ് വന്നത്? നമുക്ക് 3/2 3 അതാ ഈ കാണുന്ന 3/4 എന്ന് പറയുന്ന ആളവിടുത്തെ കോമൺ ഡിഫറൻസ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതുമാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ എളുപ്പമാണ്. നോക്കടാ, n is equal to നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും മക്കളെ? xn മൈനസ് x1/d പ്ലസ് 1. xnന് പകരം ഞാൻ 3 കൊടുക്കുന്നു, മൈനസ് ഫസ്റ്റ് ടേമിന് പകരം 3/4 കൊടുക്കുന്നു, ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് മറ്റൊരു 3/4 ആണ് പ്ലസ് 1. ഈ 3 മൈനസ് 3/4 അയാൾ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും മക്കളെ? 3 × 4 12 ആണ്. 12ൽ നിന്ന് 3 മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് അല്ലേ? 3 × 4 12 ആണ്. 12ൽ നിന്ന് 3 മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 9 ആണ്. 9/4 എന്നുള്ള റിസൾട്ട് അവിടെ കിട്ടുന്നുണ്ട്. നോക്കിയടാ, 9/4 ഡിവൈഡഡ് ബൈ 3/4
+1. അവിടെ ക്യാൻസലേഷൻ്റെ സാധ്യത എന്ന് പറയുന്നത് 4കളാണ്. പിന്നെ ആരാ ഉണ്ടാവും മക്കൾ? അവിടെ ഒരു 9/3 +1. ആ 9/3 നമുക്ക് വീണ്ടും ചെറുതാക്കാം. 9നെ 3 ടൈംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ കിട്ടുക 3 ആണ്. 3 + 1 എന്ന് അയാൾ മാറും, വിച്ച് ഇസ് ഈക്വൽ ടു 4 വിൽ ബി ദ 4ാമത്തെ ടേം. 4 വിൽ ബി ദ റിസൾട്ട്. അപ്പോൾ അയാളുടെ എത്രാമത്തെ ടേമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് 4ാമത്തെ ടേമാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ അത്രയും ചെയ്യുന്നതോടുകൂടെ ആ ഒരു ഭാഗം എന്ത് ചെയ്യാണ് മക്കളെ? അവസാനിക്കുകയാണ്. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പറയാം.